റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇസ്ലാമിക ആഘോഷങ്ങളിൽ സ്ത്രീകളെ പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കരുത് എന്ന സമസ്ത കാന്തപുരം വിഭാഗം. അന്യപുരുഷന്മാർക്കിടയിൽ വേദിയിലോ പൊതുവിടങ്ങളിലോ സ്ത്രീകളെ കൊണ്ടുവരരുത്. ആഘോഷങ്ങൾ അതിരുകടക്കുന്നത് തടയണമെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവനയിൽ പറഞ്ഞു. നബിദിന ആഘോഷങ്ങളിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചതിന് പിന്നാലെ വിമർശനം ഉയർന്നതോടെയാണ് മഹല്ലുകൾക്കും മദ്രസകൾക്കും നിർദ്ദേശം നൽകിയത്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. VS രഞ്ജിത്ത്, ഗുഡ് ഈവനിംഗ്. അതിൽ രണ്ട് വാക്കുകൾക്ക് പ്രശ്നമുണ്ട് VS രഞ്ജിത്ത്. ഒന്ന്, പ്രദർശിപ്പിക്കരുത് എന്ന്. ജീവനുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ജീവനുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ആ വാക്ക് അത് ക്രൂരമാണ്. ഈ പ്രദർശനം എന്ന് പറയുന്നത് ക്രൂരമായ ഒരു പ്രയോഗമാണ്. രണ്ടാമത്തേത് കൊണ്ടുവരരുത് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായി ശരിയുമല്ല എന്നതാണ് പക്ഷം. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ബാധകമാകുന്നത് സ്വാഭാവികമായും ബാധകമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കായിരിക്കും. എന്നാലും ആ പ്രസ്താവന വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. മധു, തീർച്ചയായിട്ടും അതിനകത്ത് ഇസ്ലാമികമായ ആഘോഷങ്ങളിൽ ആചാരങ്ങളിലാണ്, അത് മതപരമായ വിഷയമാണ്, മതപണ്ഡിതന്മാരാണ് അതിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൽ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടിന്റെ സന്ദേശത്തിൻ്റെതായ പ്രശ്നമുണ്ട്. പ്രദർശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഒരു കാഴ്ച വസ്തുവായി സ്ത്രീകളെ കാണുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ പൊതുവിടങ്ങളിൽ എത്തുമ്പോൾ അവർ കാഴ്ച വസ്തുക്കളായി മാറുന്നു, മറ്റുള്ളവർക്ക് കാണാനുള്ള ഒരു വസ്തുവാണ്. അങ്ങനെ കാഴ്ച വസ്തുവാക്കി സ്ത്രീകളെ പ്രദർശിപ്പിക്കരുത് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു ഇടത്തിൽ, പൊതു ഇടത്തിൽ എത്തിച്ചേരുമ്പോൾ അവരെ മറ്റുള്ളവർ, പുരുഷന്മാർ നോക്കുന്നു, പുരുഷന്മാർക്ക് അവർക്ക് കാഴ്ച വസ്തുക്കളായി മാറുന്നു എന്നുള്ളത് കൊണ്ട് പൊതു ഇടങ്ങളിലേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു വിലക്കാണ്, നിയന്ത്രണമാണ് ഇപ്പോൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന നബിദിനവുമായി ബന്ധപ്പെട്ടതാണ്, നബിദിന റാലികളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, നബിദിന ആഘോഷങ്ങളിലെ സ്റ്റേജിൽ കയറുന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അത് ഒരു പൊതുസമൂഹത്തിലെ പൊതു ഇടങ്ങളിൽ ഇത്തരം നിഷ്കർഷകളുണ്ടോ? ഇസ്ലാമികമായ ആചാരങ്ങളിൽ അത് ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ, മുസ്ലിം സ്ത്രീകൾക്കിടയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ഇപ്പോൾ വലിയ തോതിൽ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്കിടയിൽ പോലും, പെൺകുട്ടികൾക്കിടയിൽ പോലും ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് ആ പ്രസ്താവനയുള്ളത്. ഒരുപക്ഷെ അത് മതപരമായ ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിലക്കായിരിക്കാം. പക്ഷെ ആ വിലക്ക് സംബന്ധിച്ച ഈ വാർത്താക്കുറിപ്പ് അത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് തന്നെയാണ്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. സ്ത്രീകളെ പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കരുത് എന്ന സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക വിമർശനങ്ങൾ. സ്ത്രീകളെ പ്രദർശന വസ്തുക്കൾ എന്ന് പരാമർശിച്ചത് തന്നെ തെറ്റായ പ്രയോഗമാണ് എന്ന് PK ശ്രീമതി പറഞ്ഞു. മഹാനായ മുഹമ്മദ് നബി വളരെ ആദരവോടും വളരെയേറെ സ്ത്രീകളോട് പരിഗണന കൊടുക്കണം എന്നുള്ള രീതിയിലാണ് മതം പറയുന്നത്. പക്ഷെ മതമേധാവികളുടെ ഭാഗത്തു നിന്ന് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ സ്ത്രീകളെ പ്രദർശിപ്പിക്കരുത്, അത്തരം ഒരു പ്രയോഗം ആര് തന്നെ നടത്തിയാലും, എത്ര ഉന്നത സ്ഥാനത്തിരുന്ന് നടത്തിയാലും അതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതിശക്തമായിട്ട് സ്ത്രീയെ പ്രദർശിപ്പിക്കുക എന്ന ആ ഒരു വാക്ക് തന്നെ അങ്ങേറ്റം അധിക്ഷേപാർഹമാണ്. അത് പിൻവലിക്കണം എന്നുള്ളതാണ് വിനയപൂർവ്വം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്. സായ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായ്, ഇപ്പോൾ PK ശ്രീമതി അങ്ങനെ അതിനെക്കുറിച്ച് കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം ലോകം കുറച്ചുകൂടി വിശാലമാണ്. സ്ത്രീകൾക്ക്, മനുഷ്യർക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും മറ്റുള്ളവർക്കൊപ്പം പ്രവർത്തിക്കാനും പൊതുവിടങ്ങളിൽ സജീവമാകാനും തുറന്ന സാമൂഹ്യ ഇടങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ അതിലെ മനുഷ്യത്വ വിരുദ്ധത ഏറ്റവും നന്നായി മനസ്സിലാകുമെന്നതാണ്. മുന്നോട്ട് വരികയും എല്ലാ പരിപാടികളിലും ആക്റ്റീവായി പങ്കെടുക്കുകയും ചെയ്തൊരു സമയം കൂടിയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ പോലും വനിതാ MLA-മാരുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അവിടെയാണ് ആഘോഷങ്ങളിൽ സ്ത്രീകളെ പ്രദർശന വസ്തുക്കളാക്കരുത് എന്ന് പ്രധാനപ്പെട്ട ഒരു മതസംഘടന ഒരു പ്രസ്താവനയായി തന്നെ സമുദായാംഗങ്ങളോട് പറയുന്നത്. അത് അങ്ങേയറ്റം വിമർശിക്കപ്പെടേണ്ട ഒരു പ്രസ്താവന തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതികരണങ്ങളും. ഈ വാർത്ത വന്ന ഉടൻ തന്നെ നമ്മൾ PK ശ്രീമതി അടക്കമുള്ള വനിതാ നേതാക്കളെ വിളിച്ചിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ പ്രദർശന വസ്തുക്കളാക്കരുത് എന്ന വാചകം തന്നെ അത് അങ്ങേറ്റം പരിഹാസ്യമാണ്, നിന്ദ്യമാണ്. അങ്ങനെ പ്രദർശന വസ്തുക്കളാക്കാൻ ഇവർ മനുഷ്യരല്ലേ എന്നുള്ളതാണ് PK ശ്രീമതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇസ്ലാം മതം തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലും മനസ്സിലാക്കാത്ത ചില മതനേതാക്കളാണ് ഇക്കാലയളവിൽ ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളും പ്രസ്താവനകളുമൊക്കെ പുറപ്പെടുവിക്കുന്നത് എന്നാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഇത് വ്യാപകമായി
ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഓണാഘോഷങ്ങളിലൊക്കെ തട്ടമിട്ട പെൺകുട്ടികൾ ഓണാഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതും നൃത്തം ചെയ്യുന്നതുമൊക്കെ തെറ്റാണ്, അത് മുസ്ലിം മതപ്രകാരം തെറ്റാണ് എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അന്ന് അതിനെ എതിർത്തുകൊണ്ടും പല രീതിയിലുള്ള ചർച്ചകളുണ്ടായി. അതിനിടയിലാണ് ഇന്ന് ഇങ്ങനെയൊരു പ്രസ്താവന തന്നെ ഇപ്പോൾ കാന്തപുരം വിഭാഗം പുറത്തിറക്കുന്നത്. ആഘോഷങ്ങളിൽ സ്ത്രീകളെ പ്രദർശന വസ്തുക്കളാക്കരുത് എന്ന്. സ്വാഭാവികമായും അതിനെതിരെ വലിയ പ്രതിഷേധം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ആ അർത്ഥത്തിൽ മതത്തിന്റെ ഒരു കെട്ട് പൊട്ടിച്ചുകൊണ്ട് തന്നെ സജീവമായി ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവരെ വീണ്ടും ആ പഴയ കാലത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ്. അതിൽ ഈ മതനേതാക്കൾ ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഈ ചർച്ചയുടെ ഭാഗമായി വരുന്ന. ഒന്നാമത്തേത്, ആഘോഷങ്ങളിൽ പ്രദർശന വസ്തു ആക്കരുത് എന്ന് പറയുമ്പോൾ ആഘോഷങ്ങൾ സ്ത്രീകളുടേതല്ല എന്നതുകൂടിയുണ്ട്. അത് മറ്റാരെങ്കിലും അനുവദിച്ചു കൊടുക്കേണ്ട ഇടങ്ങളല്ല. അവനവൻ ആഘോഷിക്കണമെന്ന് തോന്നിയാൽ ആഘോഷിക്കണം എന്നതാണല്ലോ. രണ്ടാമത്തെ നോക്കൂ, ഇപ്പം ഈ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് മിസ്സ എന്ന നാടകം അരങ്ങേറിയ സമയത്ത് വസ്ത്രധാരണത്തെ വിമർശിച്ച് പോസ്റ്റിട്ട പല മഹാന്മാർക്കും പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് പോകേണ്ടിരുന്ന സാഹചര്യം പോലും ഉണ്ടായി. ആ നിലയ്ക്ക് പോലും വിമർശനങ്ങൾ ഉണ്ടാകുന്ന, രാഷ്ട്രീയതയെ ചെറുക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ ഇങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ആശയങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാനൊക്കെ ഒരുമ്പെടുന്നത്. തീർച്ചയായും അത് ഇതിപ്പോൾ ആദ്യത്തെ ഒരു സംഭവം ഒന്നുമല്ല. ഇതിനു മുൻപ് നമ്മൾ ഇത്തരം കണ്ടതാണ്. മതവേദികളിൽ സ്റ്റേജിലേക്ക് നിർഭയമായി കയറി വന്ന ഒരു പെൺകുട്ടിയെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞത് വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു ചർച്ചയൊക്കെ കേരളത്തിൽ നടന്നതുമാണ്. അതിൽ നിന്ന് വലിയ വിമർശനം ഉയർന്നിട്ടും ഈ മതപണ്ഡിതരൊന്നും അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നടന്നിട്ടില്ല എന്ന് വേണം ഇപ്പോഴത്തെ ഈ ഒരു പ്രസ്താവന കാണുമ്പോൾ മനസ്സിലാക്കാൻ. അത് സൂചിപ്പിച്ചത് തന്നെയാണ്, ആഘോഷങ്ങൾ എന്നുള്ളത് അത് പുരുഷന്മാർക്ക് മാത്രം ആഘോഷിക്കാനുള്ളതാണ്. അത്തരം ആഘോഷങ്ങളിൽ സ്ത്രീകൾ പങ്കെടുക്കേണ്ടതില്ല, അവർ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അങ്ങനെ ഒരു ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ആഘോഷങ്ങളിൽ നെഞ്ചേറ്റുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിൽ. അതിപ്പോൾ ഈ ഓണാഘോഷ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ക്യാമ്പസുകളായാലും ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും ഒക്കെ ആഘോഷങ്ങളെ അതിൻ്റെ തനിമയോടുകൂടി തന്നെ ഒരു വ്യത്യാസവുമില്ലാതെ, ഒരു ജെൻഡർ വ്യത്യാസവും ഇല്ലാതെ ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിടയിലുള്ളത്. പക്ഷേ അതങ്ങനെ വേണ്ട, സ്ത്രീകൾ അങ്ങനെ ഈ പരസ്യമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ട എന്ന ഒരു പിന്തിരിപ്പൻ നിലപാട് ഇപ്പോഴും വച്ചു പുലർത്തുന്ന ആളുകളുണ്ട് എന്ന് ഒരിക്കൽ കൂടി വെളിവാക്കുന്നതാണ് ഇന്നിപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന. അത് ആ സമുദായത്തിനകത്ത് തന്നെ അതിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ചെറുത്തുനിൽപ്പുകളും പോരാട്ടങ്ങളും പ്രതിരോധവും ഉയരുന്നുണ്ട് എന്നത് മാത്രമാണ് നമുക്ക് ആശാവഹമായിട്ടുള്ള കാര്യം. ശരി, സായികുമാറാണ് വിവരങ്ങൾ